ലെവലിൽ പോകുന്ന ആൾക്കാരാണ് ഈ ലോട്ടറി ടിക്കറ്റ് പുറകെ പോകുന്നത്. മമ്മൂട്ടിയുടെ ലെവലിലുള്ള ആൾക്കാരും ലോട്ടറി ടിക്കറ്റ് പുറകെ പോകില്ല. അപ്പൊ അവരെ സോപ്പിടണമെങ്കിൽ ഇവരെ കൊണ്ടുപോയത് നിൽക്കണം. അതിന്റെ അവരെ കൊണ്ടുവന്നു. എന്നാൽ ഇൻഷുറൻസിന്റെ ഒക്കെ പരസ്യം കണ്ടിട്ടുണ്ടോ? അത് കൊച്ചു പിള്ളേരെ അപ്പൂപ്പന്മാരെയാണ് കാണിക്കുന്നത്. കാരണം ഈ കൊച്ചുകുട്ടിയുടെ സ്ഥാനത്ത് നിന്ന് നാളെ നീ അപ്പൂപ്പനാവുമ്പോൾ കണ്ടോ നിന്റെ സമ്പാദ്യം എങ്ങനെ വേണമെന്നുള്ളത്. ഈ പരസ്യം വെറുതെ ഒന്നുമല്ല. അതിന് നിങ്ങൾ ശ്രദ്ധിക്കാത്തൊരു കാര്യമുണ്ട്. ഏറ്റവും വലിയ തമാശ, ഞാൻ ആദ്യം എനിക്കറിയില്ലായിരുന്നു ഇതെന്താ കാര്യം. പെട്രോൾ പമ്പിനകത്ത് ധോണി 6 അടിക്കുന്നതിന്റെ രഹസ്യം ഈ എഞ്ചിൻ ഓയിലാണ്. കണ്ടിട്ടുണ്ട? അത് കണ്ടിട്ടുണ്ട? പക്ഷെ അത് നമ്മൾ എങ്ങനെങ്കിലും പൊരുത്തപ്പെടുന്നുണ്ടത് ഉണ്ടോ? അത് എങ്ങനെങ്കിലും പൊരുത്തപ്പെടുന്നുണ്ടോ? ഉണ്ട്. അവിടെയാണ് നിങ്ങൾക്ക് മനസ്സിലാകാത്തത്. നിങ്ങൾക്ക് അറിഞ്ഞാത്ത രഹസ്യം എവിടെയുണ്ട്. ധോണിയും ഗാംഗുലിയും തെണ്ടുൽക്കറും ഒക്കെ 6 അല്ല അതില്ല. അല്ല ഇവര് ഈ ഗാംഗുലിയൊക്കെ ഇവിടെ കാണിച്ചിട്ടുണ്ട്. എവിടെ? പെട്രോൾ പമ്പിന്റെ ഇല്ല കാണിച്ചില്ലേ? ഈ ഗാംഗുലിയും ഈ 6 അടിക്കുന്നതും ഈ പെട്രോളും ഈ എഞ്ചിൻ ഓയിലുമായിട്ട് എന്താ ബന്ധം? ഒന്നുമല്ല. അല്ല, വണ്ടി ഓടിക്കുന്നതിന്റെ ഹരമെല്ലാം ചെറുപ്പക്കാർക്കാണ്. കണ്ടാ ആ പോയപ്പോ കണ്ട വണ്ടി മേടിക്കുന്നതും വണ്ടി ഓടിക്കുന്നതിന്റെ ഹരം ആർക്കാണ്? ചെറുപ്പക്കാർക്കാണ്. അപ്പൊ ചെറുപ്പക്കാരുടെ ഹരം ആരാണ്? കണ്ടാ അവര് പോയ പോക്കണ്ടോ? അപ്പൊ അവൻ ഇഷ്ടപ്പെടുന്ന പെട്രോൾ പമ്പിലേക്ക് നിങ്ങൾ കയറിക്കോളും. ചെറുപ്പക്കാരല്ലേ കൂടുതൽ ഈ 6ലും 6ലും പോകുന്നത് അല്ലേ? ഈ ടിവിയുടെ മുമ്പിൽ ഇരുന്നുണ്ട് കൂടുതലും പോകുന്ന ആരാണ്? ചെറുപ്പക്കാര് ഇല്ലേ? അത് കഴിഞ്ഞ് ഈ 2 പിള്ളേര് ഐസ്ക്രീം തിന്നിച്ച് പോകുന്നുണ്ടാ. ഒരുത്തിന്റെ ഐസ്ക്രീം ഉടുപ്പേ വീഴുന്നു. അപ്പൊ അവൻ ഉടുപ്പേ വീഴുമ്പോ അവൻ മറ്റവനോട് പറയുന്നു അതിന്റെ രഹസ്യം കണ്ടോളൂ നിങ്ങൾ. എല്ലാവർക്കും അറിയാതെ കണ്ട ഇതൊക്കെ ആൾക്കാർ പ്രത്യേകം ശ്രദ്ധിക്കുന്നേ. അപ്പൊ അവൻ പറയുന്നു ഞാൻ എന്റെ അമ്മയോട് പറയത്തില്ല അല്ലേ? എന്താ പറയാത്ത? അവൻ മറ്റോ അല്ല. പെപ്സുഡന്റ് ഇട്ട് പല്ല് തേക്കുന്ന കുട്ടി കള്ളം പറയില്ല. അല്ലല്ല അല്ല, പെപ്സുഡന്റ് ഇട്ട് പല്ല് തേക്കുന്ന. അപ്പൊ മറ്റവൻ ചോദിക്കുന്ന ചോദ്യം കേട്ടില്ലേ? നീ അപ്പൊ പെപ്സുഡന്റ് ഇട്ട് അല്ല പല്ല് തേക്കുന്നല്ലേ? അവൻ അമ്മയോട് പറയുമെന്ന് പറഞ്ഞപ്പോ നീ പറയല്ല എന്ന് പറഞ്ഞപ്പോ കള്ളം പറഞ്ഞു. ഉടുപ്പ് ഐസ്ക്രീം തിന്നാണ് ഉടുപ്പേ വീണേന്ന് ഞാൻ എന്റെ അമ്മയോട് പറയല്ലെന്ന് പറഞ്ഞപ്പോൾ മറ്റവൻ ചോദിക്കുന്നത് അപ്പൊ നീ പെപ്സുഡന്റ് ഇട്ട് അല്ല പല്ല് തേക്കുന്നേ. മനസ്സിലായ? പെപ്സുഡന്റ് ഇട്ട് പല്ല് തേക്കുന്നവൻ കള്ളം പറയൂല. അപ്പൊ ഈ അമ്മ ഒരു മാധ്യമപ്രിയയിൽ പോയി കഴിഞ്ഞാലോ അല്ല എവിടെങ്കിലും ചെന്ന് കഴിഞ്ഞാൽ ഒരു കാരണവശാലും വേറൊരു ടൂത്ത് പേസ്റ്റ് മേടിക്കാൻ പറ്റൂല. മേടിച്ചു കഴിഞ്ഞാൽ അപ്പുറം ഇപ്പുറം നിൽക്കുന്ന സ്ത്രീകൾ മനസ്സിലാക്കും, ആളുകൾ മനസ്സിലാക്കും അവന്റെ അവക്കുള്ള കൊച്ചു കള്ളം പറയുന്നയാ. മനസ്സിലായ? കണ്ടോ ടെക്നോളജി? പരസ്യത്തിന്റെ ടെക്നോളജി മനസ്സിലായോ? നിങ്ങൾ ധരിക്കരുത് ഈ ഒരു കുപ്പിയുടെ ഷേപ്പ് വരെ തീരുമാനിക്കുന്ന പരസ്യക്കാരനാണ്. ഇതെങ്ങനെ ഈ ബോർഡിനകത്ത് ഇരിക്കുന്ന സാധനമല്ല ഇമ്പോർട്ടന്റ്. നിങ്ങൾ കടയിൽ ചെല്ലുമ്പോൾ നിങ്ങളുടെ കണ്ണിനെ എങ്ങനെ അഞ്ചിപ്പിക്കാൻ പറ്റും, നിങ്ങൾ എങ്ങനെ ഇതിനെ ആകർഷിക്കാൻ പറ്റും എന്നുള്ളതാണ് ഇമ്പോർട്ടന്റ്. ഇതിനകത്തിരിക്കാൻ സാധനമായിട്ട് യാതൊരു ബന്ധമൊന്നും വേണ്ട. അതൊക്കെ ബിസ്ക്കറ്റിന്റെയും ഐസ്ക്രീമിന്റെ കഥ പറയുമ്പോൾ ഞാൻ പറഞ്ഞുതരാം അതെങ്ങനെയാണ് ഇതിങ്ങനെ പിടിക്കുന്നതെന്ന്. ഇതിന്റെ എല്ലാം പരസ്യം നിങ്ങൾ ഒന്നുകൂടെ മനസ്സിലാക്കിക്കോളൂ. നിങ്ങൾ ഈ പരസ്യം നിങ്ങൾ എന്തിനാ കാണുന്നതറിയോ? അവിടെയാണ് ഏറ്റവും വലിയ തമാശ. നിങ്ങൾ ഈ സീരിയലും കരങ്ങലും മോങ്ങലും പിക്ചറൊക്കെ കാണുന്നില്ലേ?